ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനൻ കൃത്വാ യഥാവിധി സംസ്കാരകർമ്മവും മിത്ര ഭൃത്യാമാത്യ സോദരോപാധ്യായ യുക്തനായൂരു ഭരതകുമാരനും താതശരീരം എണ്ണത്തൂണി തന്നിൽ നിന്നാദരപൂർവമെടുത്തു നീരാടിച്ചു ദിവ്യാംബരാഭരണ ലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ. അഗ്നിഹോത്രാഗ്നി തന്നാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണം ആചാര്യ സംയുതം ദിത്വാതിലോദകം ദ്വാദശവാസരെ ഭക്ത്യാ കഴിച്ചതു പിണ്ടവുമാതരാൽ വേദപാരായണന്മാരാം ദ്വിജാവലിക്കോധന ഗ്രാമരത്നാംബരം ഭൂഷണാലേപന താംബൂലപൂഗങ്ങൾ ഘോഷേണ ദാനവും ചെയ്തു സസോദരം വീണു നമസ്കരിച്ചാശീർവചനമായി ദാനവും ചെയ്തു വിശുദ്ധമായി മേവിനാർ. ജാനകി ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ചു രാമകുമാരനെ മാനസേ ചിന്തിച്ചനുദിനം മാനവവീരനായൊരു ഭരതനും സാനുജനായി വസിച്ചിടിനാൻ അദ്ദിനം. നാനാസുഹൃജനത്തോടും അനാകുലം തത്ര വസിഷ്ഠ മുനീന്ദ്രൻ മുനികുല സത്തമന്മാരുമായി വന്നു സ്വഭാന്തികെ. അർണോരുഹാസന സന്നിഭനാ മുനി സർണാസനെ മരുവീടിനാനാദരാൽ ശത്രുഘ്ന സംയുക്തനായ ഭരതന് തത്ര വരുത്തിയേനവറുകളും മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാർ. കുമ്പിട്ടു നിന്ന ഭരതകുമാരനോടംബോജ സംഭവനന്ദനൻ ചൊല്ലിനാൻ. ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാനാശു ചൊല്ലിയിടുവൻ. സത്യസന്ധൻ തവ താതൻ ദശരഥൻ പൃഥ്വീതലം നിനക്കദ്യ നൽകിയിടിനേൻ. പുത്രാഭുദ്യാർത്ഥമേഷ കൈകേയിക്ക് ദത്തമായൊരു വരദ്വയം കാരണം. മന്ത്രപൂർവം അഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോട് മൻപോട് ചെയ്തിടുവൻ. അരാജകമാം ഭവാനാലിനി ത്യാജ്യമല്ലെന്നു ധരിക്ക കുമാരനെ. താതനിയോഗമനുഷ്ഠിക്കയും വേണം പാതകമുണ്ടാം അതല്ലായെങ്കിലേവനും. ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്ക് വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്തു വസിഷ്ഠമുനിയോട് നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും. ഇന്നടിയനു രാജ്യം കൊണ്ട് കിം ഫലം മന്നവനാകുന്നതും മമ പൂർവജൻ. ഞങ്ങൾ അവനുടെ കിങ്കരന്മാരത്രേ, നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു. നാളെ പുലർകാലെ പോകുന്നതുണ്ടു ഞാൻ നാളീക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതീ ദേവിയും നാനാപുരവാസികളാമാമത്യരും ആന തീർക്കാലാൾ കുതിരപ്പടയോടും ആനകശങ്കപടഹവാദ്യത്തോടും സോദരഭൂസുര താപസ സാമന്ത മേദിനീ പാലക വൈശ്യശൂദ്രാദിയും സാദരമാശു കൈകേയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം. രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭുജിച്ചു വസിതവും ആലേപനവും ചെയ്ത് വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജടപൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. യുദ്ധൻ ഭരതൻ പറഞ്ഞത് കേട്ടവരത്രയും നന്നെന്നു ചൊല്ലിയിടിനാർ. ചിത്തേ നിനക്കിത് തോന്നിയതത്ഭുതം, ഉത്തമന്മാരിൽ ഉത്തമനല്ലോ നീ. സാധുക്കളേവം പുകഴ്ത്തുന്നതു നേരം ആദിത്യദേവൻ ഉദിച്ചു ഭരതനും. ശത്രുഘ്നോടുകൂടെ പുറപ്പെട്ടിതു തത്ര സുമന്ത്ര നിയോഗേന സൈന്യവും സത്വരം രാമനെ കാൺമാൻ നടന്നിതു. ചിത്തേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജധാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിതു. താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാഗം പുറപ്പെട്ടു. ഭൂമി കിളർന്നു പൊങ്ങിയിടും ചെടികളും വ്യോമനി ചെന്നു പരന്നു ചമഞ്ഞതു. രാഘവാലോകാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും. ശൃംഗിവേരാഖ്യപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നിരുന്നു പെരുമ്പട. കേകേയപുത്രീ സുതൻ പടയോടും അങ്ങാഗതനായത് കണ്ടു ഗുഹൻ തഥാ ശങ്കിതമാനസനായി വന്നു തന്നുടെ കിങ്കരന്മാരോട് ചൊന്നാനതു നേരം. ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും. ഞാനങ്ങു ചെന്ന് കണ്ടിപ്പോൾ വരുന്നതുമുണ്ട് വൈകിയിടാതെ. അന്തികെ ചെന്ന് പന്തിച്ചാൽ അവനുടെ അന്തർഗതമറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോട് വിരോധത്തിനെങ്കിലോ പോകരുതാരും അവരിനി നിർണയം.
ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം, പദ്ധതിക്കേതും വിഷാദവും കൂടാതെ. യുദ്ധം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൻ. നാനാവിധാപോ നാന